ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പൂന്തോട്ടം ഒന്ന് കണ്ടാലോ നമുക്ക്? ഇത് നമ്മുടെ സ്വീറ്റമ്പഴമാണേ. ഞാൻ ഹാർവെസ്റ്റൊക്കെ കഴിഞ്ഞ് നിർത്തിയേക്കുക. പ്രൂൺ ചെയ്ത് കൊടുത്ത് വീണ്ടും പുതിയ ശാഖ വന്ന് അതിലൊക്കെ പൂക്കളും കായ്കളൊക്കെ ഒരുപാടായി. ഇത് കുറച്ച് കൊഴിഞ്ഞൊക്കെ പോയതാണ് കേട്ടോ. അതായത് പിന്നെയും വരുന്നുണ്ട്, ഒരുപാടുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അതൊക്കെ കുറച്ച് ഫ്ലവർ പ്ലാന്റുകൾ, ഇതെല്ലാം ഫ്ലവർ പ്ലാന്റുകളാണ്. മാരിഗോൾഡൊക്കെ ഉണ്ട്, ബഡൊക്കെ വന്ന് തുടങ്ങി. അയ്യോ, മഴയാർന്നു. വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പം മഴ. അങ്ങ് ഒത്തിരി ഹൈറ്റിൽ പോയി. ഹൈറ്റിൽ വന്നിട്ട് ഗന്ധരാജൻ. ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചുണ്ട്. മുരായ മിനിയേച്ചർ. ഇത് നമ്മുടെ അരിനെല്ലി. ഞാൻ കുറേ ലീഫെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കാരണം വെയിൽ തട്ടിയെങ്കിലല്ലേ പെട്ടെന്ന് പൂക്കത്തുള്ളൂ. മഴയായി. നമ്മുടെ സ്പാത്തിഫില്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുക. അത് നിറച്ച് കായ്ച്ചയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്ക് അൺസഹിക്കബിൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് അതിൻ്റെ. ഇത് കുറ്റിക്കുരുമുളക് ചെറിയ ചട്ടിക്കകത്തിരുന്നതാണ്. ഞാനത് വലിയ ചട്ടിയിലോട്ട് മാറ്റി കുറേ കാലമായതാണ്. ഇത് 4 വർഷമായതാണ്. നല്ല ഒരുപാട് മുളകുണ്ടായി. ഞങ്ങൾ കുറേ മുളകൊക്കെ പറിച്ച്, ഇതെല്ലാം ഈ മുളക് വിളവെടുത്ത് ഞങ്ങൾ മീൻ മറക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കാണണേ. റോസിഡോ റെഡ്, റോസിഡോ മഞ്ഞയൊക്കെ ഇരിപ്പുണ്ട്, പൂക്കളായിട്ടില്ല. മെക്സിക്കൻ പെറ്റൂണിയയുടെ വൈറ്റും പിങ്കും വയലറ്റും ഉണ്ട്. ഞാൻ രാവിലെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാം ചെത്തിവാരി പച്ചയെല്ലാം കളഞ്ഞ് തൂത്തുവാരി. പക്ഷേ ഇലകൾ പിന്നെയും കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിഴമല്ലി ഇവിടെ നിൽക്കുന്നതുകൊണ്ടേ ഇതിലെ ലീഫെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ടബിലോട്ട് മാറ്റിയത് ഇന്നലെ. ഗ്രോ ബാഗിലിരുന്ന കുരുമുളക് അത് ഞാൻ ടബിലോട്ട് മാറ്റി. നമ്മുടെ പേരെല്ലാം വേലിത്തത്തെയൊക്കെ പേരയ്ക്കെല്ലാം കൊത്തിക്കളയുക. 2 ടൈപ്പിലെ പേരയ്ക്കയാണ്. വെരിഗേറ്റഡ്. അത് ഇക്സോറ പല കളറുണ്ട്. റോസൊക്കെ എടുത്ത് ഞാൻ ഷെയ്ഡിലോട്ട് വെച്ചതാണ്. വെയിലത്തിരുന്നങ്ങ് നാശപ്പെട്ടു. ഇതെന്തുവാണെന്നറിയാമോ? ഇത് കമേലിയാണേ. ബഡൊക്കെ വന്നു. എന്തുവാണെന്നറിയത്തില്ല, കിട്ടുമോ? നമ്മുടെ 10 മണി പല കളറുണ്ട്. ഞാനൊരു ഹാങ്ങിങ് പോട്ടിലാക്കി ഇട്ടേക്കുക. സ്നേക്ക് പ്ലാന്റ്, ജമന്തിയൊക്കെ ചെറിയ പോട്ടിലിരുന്നതാണ്. ഞാനെല്ലാം ഗ്രോ ബാഗിലാക്കി. വിങ്ക, ഇത് ഞാൻ വയലറ്റ് വെണ്ട പാകിയതാണ്. സീഡ് പാകി എല്ലാം ജെർമിനേഷനായി നിൽക്കുന്നു. ഇത് കലാഞ്ചിയ. മഴ പേടിച്ച് ഇവിടെ കൊണ്ട് ഷെയ്ഡി വെച്ചിരിക്കുക. ഇത് ചെടിമുരിങ്ങ ഞാൻ വിത്ത് പാകിയതാണ്, ജെർമിനേഷനായി. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണേത്. ഞാൻ പോട്ടിനകത്ത് നട്ട് ഇതിലോട്ട് പടർത്തി വിടാം എന്ന് കരുതുന്നു. ഇത് പെട്രിയ ആണേ. പെട്രിയ ഇങ്ങനെ വള്ളി വീശി മുകളിലേക്ക് കയറ്റി വിട്ടിരിക്കുക. ഫ്ലവർ ആകുമ്പോൾ കാണിക്കാവേ, എല്ലാ അപ്ഡേഷനൊക്കെ കാണിക്കാം. ഇതാ വലിയ ചട്ടിക്കകത്ത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടതാണ്. 3 മൂടുണ്ട്. അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗാർലിക് വൈന് ധാരാളം മുട്ടുകൾ വന്ന് നിൽക്കുക. ആദ്യം ഒരു ട്രിപ്പ് പൂക്കൾ വന്നു, കൊഴിഞ്ഞു പോയി. അപ്പോൾ വീണ്ടും ഒത്തിരി ബഡ്സൊക്കെ വന്നു. ഇത് നമ്മളെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണ്, വയലറ്റ് മുളകിൻ്റെ. പിന്നെ വീണ്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. വളമൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നു. ശ്രീലങ്ക മുല്ല. പോട്ടെ, മഴ വരുന്നു.
കുറേ കണ്ട് കാണിക്കാമെന്ന് കരുതിയപ്പോൾ പറ്റത്തില്ലെന്ന്, മഴ സമ്മതിക്കുന്നില്ല. അതാ ഇത് വേറൊരു സീറ്റമ്പഴമാണേ. വേണ്ട, ഇത് നിറച്ച് പൂക്കൾ കായ്കളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുക. ഇത് മഴ 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 ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി അടിയാണ് ഇത് കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ നല്ല ക്ലീൻ ആക്കിയതാണ്. മഴ പെയ്യുമ്പോൾ എനിക്കിഷ്ടമല്ല, വെയിലാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. മഴ വന്നാൽ പിന്നെ ഇത് നമ്മുടെ കൃഷ്ണകിരീടം. ഓ, കാറ്റടിച്ചപ്പോൾ എൻ്റെ വിൻചയും കിടന്നുകൊണ്ട് കിണിങ്ങിണി വെക്കുന്നു. പിന്നെ ആ കാറ്റില്ലേ, നല്ല കാറ്റും മഴയും. അതെല്ലാം പടച്ചവൻ്റെ അനുഗ്രഹങ്ങളും പടച്ചവൻ്റെ അനുഗ്രഹവുമാണ്, പടച്ചവൻ്റെ കുതിരത്ത് ശക്തിയുമാണ്. അതൊക്കെ നമുക്ക് തടയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് മഴയിൽ നിന്ന് മഴക്കെടുതികളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അതേ പറ്റൂ അല്ലേ. ആടി ഉലയുന്നു, കാറ്റത്ത് ആടി ഉലയുന്നു. എൻ്റെ പേരയ്ക്കെല്ലാം ഞാൻ ഇന്നലെ കസേരയിട്ട് കയറി ഒന്ന് കുറച്ചൊക്കെ പൊതിഞ്ഞ് വെച്ചു. എനിക്ക് കഴിയത്തില്ല, വൺമാൻ ഷോ അല്ലയോ, ഒന്നും നടക്കത്തില്ല പരിപാടി. കുറച്ചൊക്കെ ചെയ്യും, എന്നാലും നമ്മൾ ഒറ്റയ്ക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇതിനൊക്കത്തില്ല. നമ്മുടെ കൂടെ പഠിച്ചവനുണ്ടല്ലോ എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. അപ്പോൾ നിർത്തുവാതാ, മഴ വീണ് കഴിഞ്ഞു. ഓക്കേ ബൈ, സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.